എത്രയോ ദൂത് കേട്ടിട്ടുണ്ട് എന്ന് പറയുന്ന നിന്നോട് പറയുകയാണ്, ഈ വർഷത്തിൽ നീ അതിന്റെ അടയാളങ്ങൾ കാണും. ഈ വർഷത്തിൽ നിന്റെ വീടിനകത്ത് വിദേശ നന്മകൾ വരും. ഹല്ലേലൂയ. തകരുമെന്ന് പറഞ്ഞെടുത്ത് ആമേൻ മാമരം തകർന്നെടുത്തുന്ന് സ്വർഗം പറയുന്നു. ആമരം തകർന്നു പോയെടുത്ത് സ്വർഗം നിന്റെ മേൽ അവന്റെ ബലമുള്ള കരമയക്കും. ആമരം തകർന്ന സാഹചര്യങ്ങളുടെ നടുവിലായിരിക്കുന്ന നിന്നോട് പറയുകയാണ്, ആമേൻ, നീ ചെല്ലുന്ന ദേശത്ത് ദൈവം നിന്നെ ഉപയോഗിച്ചിരിക്കും. ഹല്ലേലൂയ. നീ തകർന്നവനായാണോ മെലീത്തയിൽ കയറിയത്? നിന്നെ അവിടുന്ന് അയക്കുന്നത് അങ്ങനെയല്ല. ഹല്ലേലൂയ. എനിക്കൊരു കാര്യം അറിയാം, യേശു എപ്പോഴൊക്കെ പടകിൽ കയറിയിട്ടുണ്ടോ അപ്പോഴൊക്കെ വലിയ കാറ്റും കോളും തിരമാലയും ഉണ്ടായിട്ടുണ്ട്. ആമീൻ. വചനം നമ്മൾ എവിടൊക്കെ വായിച്ചാലും നമുക്കത് കാണാം. യേശു എപ്പോഴൊക്കെ പടകിലേക്ക് കയറിയിട്ടുണ്ടോ ആമീൻ അപ്പോഴൊക്കെ കാറ്റും കോളും തിരമാലയും വരാം. ആമീൻ. വെറുതെ ഇരുന്നാൽ ഒരു പ്രശ്നമില്ല. പക്ഷേ നീ ആമേൻ പ്രൈസലോ ഒരു യാത്രയ്ക്ക് തയ്യാറാണെങ്കിൽ ഇന്ന് പകലിൽ ആമേൻ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, യാത്രയെ തടസ്സപ്പെടുത്തുന്ന എന്തൊക്കെയോ മേഖലകള് ഈ പകലിൽ സ്വർഗം പൊളിക്കുകയാണ്. എനിക്കറിയത്തില്ല നിന്റെ തലമുറയുടെ ജീവിതത്തിലായിരിക്കാം ആ മേഖലകളെ തടസ്സപ്പെട്ടിരിക്കുന്നത്. ഇന്ന് പകലിൽ സ്വർഗം അതിനെ പൊളിക്കുകയോ. യേശു കർത്താവ് എപ്പോഴൊക്കെ പടകിൽ കയറിയിട്ടുണ്ടോ അപ്പോഴൊക്കെ കാറ്റും കോളും തിരമാലയും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഒരിക്കൽ പോലും ആ പടകിനെ മുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാര്യം യേശു ആ പടകിലുണ്ട്. എത്രയോ പ്രാവശ്യം നിന്നെ മുക്കിക്കളയണമെന്ന് വിചാരിച്ചതാ, പക്ഷേ നടന്നില്ല. എന്തെന്നറിയാമോ? നിന്നെ അക്കരയ്ക്ക് കൊണ്ടുപോകാൻ വേണ്ടി ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അവൻ ഇവിടിട്ട് മുക്കാൻ വേണ്ടി അല്ല എന്ന് പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. നിന്റെ ജീവിതമാകുന്ന പടക് തകർത്ത് തരിപ്പണമാക്കി നിന്നെ മരണത്തിന്റെ ആഴങ്ങളിലേക്ക് വലിച്ചു കൊണ്ടുപോകുക ഒരുങ്ങിയ പൈശാചിക മണ്ഡലങ്ങളെ അവൻ പൊളിച്ചിട്ട് ഈ പകലിനെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവ് അന്ന് പറഞ്ഞ് സകല മരണക്കെട്ടുകളെയും സ്വർഗം പൊളിച്ചിട്ടാ നിന്നെ ഇവിടെ ഇരുത്തിയിരിക്കുന്നത്. സകല മരണക്കെട്ടുകളെയും സ്വർഗം പൊളിച്ചു കളഞ്ഞത്. സകല മരണക്കെട്ടുകളെയും അവൻ പൊളിച്ചു. സകല മരണത്തിന്റെ കെട്ടുകളെയും അവൻ പൊളിച്ചു. അവൻ പൊളിച്ചു. ഈ പകലി മരണപാർശ്വങ്ങളെ ജയിക്കുന്ന ഒരു അഭിഷേകത്തിന്റെ കരുത്ത്. ഇന്ന് പകലിൽ ആമേ പൈശാചിക പദ്ധതികൾ പരാജയപ്പെടുകയാണ്. നിന്നെ കടലിൽ മുക്കിക്കളയാ, നിന്റെ പടകിനെ തകർത്തുകളയാ, നിന്റെ കുടുംബത്തിൽ നിന്നെ നിന്നയാക്കാ ഒരുക്കുന്ന പകല പദ്ധതികളെയും ഇന്ന് പകലിൽ സ്വർഗം ഉടയ്ക്കുകയാ. ഉടയട്ടത് ഇന്ന് പകലിൽ സ്വർഗം അത് ചെയ്യുകയാണ്. എന്തൊക്കെയോ ബ്ലോക്കിനെ സ്വർഗം അടിച്ചു കളയുക. നിന്റെ ലൈഫുമായി ബന്ധപ്പെട്ട് ആമേ ചില ബ്ലോക്കുകളെ ഈ പകലിൽ സ്വർഗം അടിക്കുകയാ. യേശുവിന്റെ നാമത്തിൽ ഈ പകൽ അത് പൊളിയട്ടെ. ആത്മാവി പൊളിയട്ടെ. അത് പൊളിയട്ടെ. ഉടി സകത്തരാലിയാദാര തുടിയാതരാപ നീയൊരു തീ ഹുഡാ സാബ കാബ ബാര ബാബ ബാബ. ഹല്ലേലൂയ. ആമേൻ. ആമരം തകർന്നായിരിക്കാം, ലോകക്കാർ നോക്കുമ്പോൾ തകർന്ന സാഹചര്യമായിരിക്കാം. പക്ഷെ ഇവിടം കൊണ്ട് അവസാനിക്കത്തില്ല. ആമേൻ. ഇവിടം കൊണ്ട് അവസാനിക്കത്തില്ല. അതിനപ്പുറത്തൊരു ദൈവപ്രവൃത്തി ഉണ്ട്. ഇതിനപ്പുറത്തൊരു ദൈവപ്രവൃത്തി ഉണ്ട്. എന്നോട് പറയുന്നു, ഇതിനപ്പുറത്തൊരു ദൈവപ്രവൃത്തി ഉണ്ട്. വിശ്വസിക്കാൻ കഴിയുന്നെങ്കിൽ ഒരു ആമീൻ പറഞ്ഞു. ഇതിനപ്പുറത്തൊരു ദൈവപ്രവൃത്തി ഇന്ന് പകലിൽ ആമേൻ പ്രൈസ് ദി ലോർഡ് ഷട്ടറിടാൻ ശ്രമിച്ച സകല പദ്ധതികളെയും സ്വർഗം ഈ പകലിൽ ഒന്നുകൂടി അതിനെ ഉയർത്താൻ പോകുക.
എന്തൊക്കെയോ ഷട്ടർ ഇടുമെന്ന് പറഞ്ഞ് നിന്റെ ബിസിനസ്സുമായി നിന്റെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ഷട്ടർ ഇടുമെന്ന് പൂട്ടിക്കെട്ടുമെന്ന് വാദിച്ച ചില മണ്ഡലങ്ങള് ഈ പകലിൽ സ്വർഗ്ഗം അഴിക്കുക. ചുടിയാതര വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമടിച്ചു കർത്താവ് നന്ദി പറഞ്ഞു. ആമേൻ. നിനക്ക് വേണ്ടി പുതിയ പന്താവുകൾ ഒരുക്കുകയാ. നിനക്ക് വേണ്ടി പുതിയ പന്താവുകൾ ഒരുക്കുകയാ. നിനക്ക് വേണ്ടി ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ശുശ്രൂഷകൾ വെളിപ്പെട്ടു വരത്തക്കവണ്ണം ആമീൻ അവരം തകർന്നു. എടാ, ഇതുവരെ ചെയ്യാത്ത ഒന്ന് ചെയ്യാൻ പോകുകയോ? ഇതുവരെ ചെയ്യാത്ത ഒരു രാജ്യത്തിന് കാലുകുത്താൻ പോകുകയോ? അമരം തകർന്നു. നീ ഭാരപ്പെടണ്ട. ഇതുവരെ ചെയ്യാത്തൊന്നു ചെയ്യാ. നിന്റെ മേലൊരു തീ യേശുവിന്റെ നാമത്തിൽ എന്നോട് പരിശുദ്ധന്മാർ പറയുന്നു, അതാ അമരം തകർന്നു. കണ്ടവര് മുഴുവൻ പറഞ്ഞു, ഇല്ല ഇത് തകർന്നു പോയി. എന്തോ ശാപമാണ്. ഇല്ല, ഇവിടെ ശാപമല്ല. ആമേൻ. ദൈവത്തിന്റെ അടുത്തൊരു തലം നിനക്ക് മുന്നിൽ തുറക്കുകയോ. ഇവനൊരു കുലപാതകൻ, ഇവനൊരു കുലപാതകൻ എന്ന് പറഞ്ഞു. ആമേൻ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. ആമേൻ. എന്തൊക്കെ പറയാൻ കഴിയുമോ അത് മുഴുവനും പറഞ്ഞു. പക്ഷേ സ്വർഗ്ഗമതിനെ തിരുത്തി, സ്വർഗ്ഗമതിനെ തിരുത്തി. ആമേൻ. പറഞ്ഞവർ തന്നെ പറഞ്ഞു, ഇവൻ ദേവനാണ്. ഇന്ന് പകല് ഞാൻ ഒന്നുകൂടെ പറയാം. ആമേൻ. നീതി ദേവിക്ക് തൊടാൻ കഴിയാത്ത ഒരു തലം ഈ തകർച്ചയിൽ നിന്ന് ദൈവം നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരികയോ. നീതി ദേവിക്ക് തൊടാൻ കഴിയാത്ത എത്രയോ പേര് നീതി ദേവി തൊട്ടിട്ട് അവൻ ചീർത്തു വീർത്തു ചത്തുപോയി എന്ന സ്വർഗം പറയുക. ഇല്ലടാ, അതിനപ്പുറത്ത് ആ ദുർസ്വാധീനത്തിന് തൊടാൻ കഴിയാത്ത ഒരു റലം. ഓ, വിശ്വസിച്ചോ. എത്രയോ തലമുറകൾ തകർന്നു പോയി. ഇല്ല കുഞ്ഞ്, നിന്റെ തലമുറ തകരാ ഞാൻ സമ്മതിക്കത്തില്ല. എത്ര ഈ പാമ്പ് കടിച്ച് എത്രയോ തലമുറകൾ തകർന്നു പോയി. ഇല്ല കുഞ്ഞ്, നിന്റെ തലമുറ തകരാ ഞാൻ സമ്മതിക്കത്തില്ല. അടുത്തൊരു തലം നിന്റെ മുന്നിൽ സ്വർഗം തുറക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അടുത്തേക്ക് നാൾ തട്ടിപ്പറ. ഭാരപ്പെടണ്ട കേട്ടോ. നാട്ടുകാർ മൊത്തം ചോദ്യം ചോദിച്ചല്ലേ. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഭാരപ്പെടണ്ട. ആമേൻ. ഇപ്പോഴും നിന്നെ നിർത്തിയില്ലേ. ഇത് ദൈവത്തിന്റെ കൃപയല്ലാതെ മറ്റൊന്നുമല്ല. ആമേൻ. ഇനിയും വർണ്ണിക്കാനുണ്ടെന്ന്, അവൻ ചെയ്ത നന്മകൾ വർണ്ണിക്കാനുണ്ടെന്ന്, ഇനിയും ചില വിടുതലുകളെ ലോകത്തിന്റെ മുന്നിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടിയാ നിന്നെ നിർത്തിയെന്ന് സ്വർഗം പറയുന്നു. ഈ പകലിൽ സ്വർഗം വിളിച്ചു പറയുന്നു, നിന്നെ തകരാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ. രാജ്യങ്ങളുടെ ബ്ലോക്കുകളെ സ്വർഗം പൊളിച്ചു കളയുക. ആമേൻ. രാജ്യങ്ങളുടെ ബ്ലോക്കുകൾ, ആമേൻ, ദൂതുകൾ അത് നിവർത്തി പദത്തിലെത്താതെ വന്നോ എന്തൊക്കെയോ മണ്ഡലങ്ങൾ തടഞ്ഞു വെച്ചത് ഈ പകലിൽ സ്വർഗം അതിനെ പൊളിക്കുകയോ. ആമേൻ. എനിക്കറിയത്തില്ലായിരുന്നു ഈ ചർച്ചിനകത്ത് വന്ന് രാവിലെ കയറുമ്പോഴും എന്താ നിയോഗമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുക, ഞാൻ പ്രിപ്പയർ ചെയ്യുക. പക്ഷേ ഇന്ന് പകൽ എനിക്കൊരു ബൈക്ക് പിടിക്കുന്നിടം വരെ എന്താ നിയോഗമെന്ന് അറിയത്തില്ല. പക്ഷേ ഈ പകൽ എനിക്കൊരു നിയോഗം കിട്ടി. ഇത് രാജ്യങ്ങളുടെ ബൗണ്ടറികളെ പൊളിക്കുന്ന ഒരു നിയോഗം. ആമേൻ. ഇതൊരു സാധാരണ ദൂതല്ല. ഇന്ന് പകൽ വിശ്വസിച്ചോ, നിനക്ക് പോയില്ല നിന്റെ തലമുറയെ ദൈവം ആ രാജ്യത്ത് കാലുകുത്തി. ഓ, വിശ്വസിക്കുന്നു. ഇന്ന് പകലിൽ നീ 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 ഇന്ന് പകൽ ഏറ്റെടുത്തോ. ആമേൻ. നിന്റെ തലമുറയും ആ രാജ്യത്തിനെത്തും. ഈ രാജ്യങ്ങളെ പിടിച്ചടക്കുന്ന തലമുറകളെ പുറത്തു കൊണ്ടുവരുവോ സ്വർഗം ഈ പകൽ ചിലതിനെ അനോയിന്റ് ചെയ്യുക. ജിഷയെ ദൈവം നേരത്തെ കണ്ടതാകുന്നു.
ആമേൻ. നിന്റെ ജീവിതത്തിനകത്ത് ആമേൻ വസ്തു അല്ലേ, നിനക്ക് അവകാശം പ്രാപിക്കാൻ കഴിയുന്നില്ല. നിനക്ക് നന്മയെ ആമേൻ തരാതെ വണ്ണം നിന്നെ ആമേൻ നീ ആരുമല്ലാത്തവളാക്കി നിന്നെ നിർത്തിയിരിക്കുക. സ്വർഗം എന്നോട് പറയുന്നു, നിന്റെ മേൽ ദൈവത്തിന്റെ ആമേൻ നീതിയുടെ കരം ചലിക്കുക. നീ ഒരു നീതി ആഗ്രഹിക്കുന്നില്ലേ? ആമേൻ. സ്വർഗം പറയുന്ന ഒരു നീതി നിനക്ക് വേണ്ടി ദൈവം തുറക്കുക. മാനുഷിക നീതിക്കപ്പുറത്ത് ആമേൻ സ്വർഗത്തിന്റെ നീതി ഇപ്പോൾ നിന്റെ മേൽ ഇറങ്ങി വരുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. വസ്തുവിന്റെ ആമേൻ ഇവരുടെ ഓഹരിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന അങ്ങനെ ഒരു പ്രശ്നമുണ്ടല്ലേ, ഓഹരി തരാത്ത പ്രശ്നങ്ങളുണ്ട് അല്ലേ, അത് ആമേൻ നിനക്ക് ലഭിക്കത്തില്ലെന്ന് പറയുക. സാഹചര്യം പറയുന്നു, ഞാൻ നിന്റെ കൂടെ നിന്ന് ആമേൻ മാനുഷിക തലത്തെ പൊളിച്ചിട്ട് ഞാൻ നിനക്ക് നിന്റെ പേരിൽ നിനക്ക് ആമേൻ ചിലതിനെ എഴുതി തരുമെന്ന് പരിശുദ്ധാത്മ പറയുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ നീതിമാന്റെ അവകാശത്തിന്റെ മേൽ ദുഷ്ടന്റെ ചെങ്കോൽ ഇരിക്കത്തില്ലെന്ന വചനത്തിന്റെ നിവർത്തീകരണം സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇവരുടെ അവകാശം ഇവളിലേക്ക് വന്നു ചേരട്ടെ. ഇനി അങ്ങനെ ഒന്നിലധികം ആൾക്കാരുണ്ട്. അവരാരാണ്? മുന്നോട്ട് പോരും. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ. കർത്താവേ, കൈമാറ്റങ്ങൾ സംഭവിക്കട്ടെ. അതിന്റെ ബൗണ്ടറി ഇട്ട് ആ വസ്തുവുമായി ബന്ധപ്പെട്ട് നന്മ അനുഭവിക്കാൻ കഴിയാതെ ബൗണ്ടറി ഇട്ടിട്ട് അത് കൈമാറ്റം ചെയ്യാൻ കഴിയാതിരിക്കുന്ന ആമി സാഹചര്യങ്ങളെ, ആ മണ്ണിന്റെ കുടിയിരിപ്പുകളെ ഞങ്ങൾ ആത്മാവിൽ ഇപ്പോൾ അതിനെ ബ്രേക്ക് ചെയ്യുന്നു. വരട്ടെ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, in the name of Jesus, യേശുവിന്റെ നാമത്തിൽ അടിയട the name of Jesus. നന്മയെ തടയുന്ന ആ പൈശാചിക മണ്ഡലം ഇപ്പോ പൊടിയട്ടെ. in the name of Jesus, in the name of Jesus, in the name of Jesus. ഇവളുടെ ജീവിതത്തിനകത്ത് നന്മ കൊടുക്കത്തിൽ ആമേ ഭൗതിക തലത്തിൽ മാത്രമല്ല, നിന്റെ ആമേ കുടുംബത്തിനകത്ത് പോലും ചിലതിനെ അപകരിച്ചു കൊണ്ടുപോകുന്ന ദുരാത്മമണ്ഡലം അടിയട. In the name of Jesus, in the name of Jesus, in the name of Jesus, അടിയട. ആമേൻ. പാലോടുമായി ബന്ധപ്പെട്ട് സ്വർഗം പറയുന്നു, അവിടെ അതുമായി ബന്ധപ്പെട്ട് ആമേൻ ആമേൻ ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് ദൈവം ബൗണ്ടറികളെ പൊളിക്കാൻ പോവുക. എനിക്കറിയത്തില്ല, പാലോടെന്ന് പറയുന്ന ഒരു ദേശത്തെ സ്വർഗം കാണിക്കുക. അതുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ നിങ്ങൾ കരമൊന്ന് ഉയർത്തിപ്പിടിച്ചോ, അല്ലെങ്കിൽ സഭ ഒരുമിച്ച് ആ വ്യക്തിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമേ. ഷാമാനാഥ ആധാരമാന ആധാര പ്രൗഢസേ. യേശു കഥ പറയുന്നു, ആമേൻ നിന്റെ ജീവിതത്തിന് ആമേൻ ബൗണ്ടറികളെ സ്വർഗം പൊളിക്കാൻ പോകുക. നീ ഇന്ന് വിശ്വസിക്കുന്നെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് നിന്നോ. ആമേൻ. പാലോടുമായി ബന്ധപ്പെട്ട് നിന്റെ ആമേൻ സ്വർഗം പറയുന്നു, നിന്റെ ജീവിതത്തിനകത്ത് ദൈവം ചില കാര്യങ്ങളെ ആവർത്തിച്ച് ചെയ്യാൻ പോകുക. ഹല്ലേലൂയ. മോറിയ സബ്രകസിയ. വിശ്വസിക്കുന്നു. പാലോടുമായി എന്താണ് ബന്ധം? വീട് എവിടെയാ? എന്റെ അകത്ത് ആ പേര് വന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. എന്ന സ്വർഗം പറയുന്നു, നീ എഴുന്നേറ്റ് നിന്ന് ആമേൻ വചനത്തോട് പ്രതികരിച്ചത് കൊണ്ട് സ്വർഗം പറയുന്നു, പാലോടുള്ള നിന്റെ വീട്ടിനകത്തെ തകർച്ചകൾ ആമീൻ സ്വർഗം അറിയുന്നെന്ന് ഈ പകലിൽ സ്വർഗം ആലോചന പറയുക. അതരമന വദരജലാദിയ പ്രൗഢസ്. ഈ പകലിൽ ആ വീടിനകത്ത് ആമീൻ തകർച്ചയുടെ ഒരു കൂമ്പാരം വന്നിട്ടുണ്ട്. ഇനി അതിന്റെ ഒരു കണിക പോലും നിന്റെ കുടുംബത്തിനകത്തോ നിന്റെ തലമുറയോ തൊടാൻ ദൈവം സമ്മതിക്കത്തില്ല എന്ന് ഈ പകലിൽ പരിശുദ്ധാത്മാവ് ആലോചന പറയുന്നു. ഒന്ന് മുന്നോട്ട് വരാൻ പറ്റുമെങ്കിൽ ആമേൻ പ്രൈസ് ദി ലോർഡ്. ഒരു പുത്തൻ അഭിഷേകം നിന്റെ മേലിടാൻ പോകുക. നീ പലപ്പോഴും ആമേൻ നിന്റെ മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിയാതെ വണ്ണം നീ വല്ലാതെ ആമേൻ
വല്ലാതെ ആമേൻ നീ പലപ്പോഴും ക്ഷീണിച്ചു പോകാറുണ്ട്. നീ പെട്ടെന്ന് ഡൗൺ ആകും, നീ പെട്ടെന്ന് പിന്നെയും പ്രാർത്ഥിക്കും, പിന്നെയും നീ ഡൗൺ ആകും. ഇങ്ങനെ നിന്റെ ജീവിതത്തിനകത്ത് ആത്മീയപരമായി ഇങ്ങനെ ആമേൻ താഴോട്ടും മുകളോട്ടും ഒരു ഗ്രാഫ് സ്വർഗം കാണിക്കുക. ഇന്ന് പകൽ സ്വർഗം അതിനെ മാറ്റാൻ പോകുക. നീ തയ്യാറാണെങ്കിൽ ആമേൻ ഞാൻ നിന്നെ ഉയർത്താൻ തയ്യാറാ. ഇന്ന് പകൽ നിൽക്കുന്ന തലത്തിൽ നിന്ന് ആമേൻ ദൈവം നിന്നെ ആമേൻ ഉയർത്തത്തക്കവണ്ണം ആമേൻ ആത്മീയ തലത്തിൽ ദൈവം നിന്നെ ഉയർത്താൻ പോകുക. ആമേൻ വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ ഇന്ന് പകൽ സ്വർഗം പറയുന്നു നിന്റെ തലത്തെ സ്വർഗം ചേഞ്ച് ചെയ്യുക. നിന്റെ ഹൃദയത്തിനകത്ത് ആമേൻ പല ചിന്തകൾ ഇപ്പൊ ഓടിപ്പോകുക. ആമേൻ കർത്താവ് നീ എന്നെ യഥാർത്ഥമായി കാണുന്നുണ്ടോ? ആമേൻ നിന്റെ ചിന്തകൾ ഇങ്ങനെ ഓടിപ്പോകുന്ന ഞാൻ കാണുകയാ. യഥാർത്ഥമാണ് കർത്താവേ, നീ എന്നെ കണ്ടോ, നീ എന്നെ വിളിച്ചോ? ആമേൻ ഇന്ന് പകൽ സ്വർഗം പറയുന്നു കുഞ്ഞെ നിന്നെ ഞാൻ നന്നായിട്ട് അറിയുക. ഈ പ്രമോദ് പാസ്റ്റർ അല്ല അറിയുന്നത്, ആമേൻ ഉയരത്തിലെ ദൈവം അറിയുന്നു എന്ന് പരിശുദ്ധാത്മാവ് പറയുക. അന്തർവൈഡം വരാതര പ്രൗഢസേ അതരം ജനിയാതര പ്രൗഢസി ആമേൻ നാം സോറി മനഘടക ആമേൻ ദൈവത്തിന്റെ രാജ്യത്തിനകത്ത് ആമേൻ നീ ഉപയോഗിക്കപ്പെടുന്ന തലങ്ങൾ ഞാൻ ആത്മാവി കാണുകയാ. നീ സമർപ്പിക്കപ്പെട്ടോ, ദൈവം നിന്നെ ഉപയോഗിക്കും. എന്ത് ആമേൻ നിന്റെ ജീവിതത്തിൽ എത്ര തടസ്സമുണ്ടെങ്കിലും അതിനെ നീക്കി നിന്നെ അഭിഷേകം ചെയ്യാൻ സ്വർഗം തയ്യാറാണ്. കരമൊന്ന് ഉയർത്തിപ്പിടിച്ചോ. ഒരു പുത്തൻ അഭിഷേകം ഒരാൾ പറയുമെന്നോ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ പ്രിയ മകളെ തൊടണേ കർത്താവേ. ഇവിടെ കണ്ണുനീര് കാണുന്ന കർത്താവേ, യേശുവിന്റെ നാമത്തിൽ ആമേൻ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ മുന്നില് തടങ്കൽ പാറയ്, ഇവിടെ മുന്നില് ആമേൻ ഹൂറാമ സീതാരാല, ഇവിടെ മുന്നിൽ പിശാച് കൊണ്ടുവച്ചിരിക്കുന്ന മുള്ളു പോലുള്ള ആമേൻ ജീവിത പ്രശ്നത്തെ ഈ പകൽ സ്വർഗം തൊടണമേ. ഇത് എന്നെ ജീവിതത്തിൽ മാറും. ഇങ്ങനെ നിന്നെ മുള്ളുപോലെ വരിഞ്ഞ് നിന്നെ മുറുകി കുത്തുന്നത് പോലെ നിന്റെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ നിനക്ക് ഈ ദൂതിനെതിരെ നിൽക്കുകയാ. എങ്ങനെ ഈ ദൂത് നടക്കും എന്ന സ്വർഗം പറയുന്നു, ഞാൻ നിന്നെ തൊടും. ഇപ്പോൾ ശാപ നീ സമർപ്പിക്കാൻ തയ്യാറാണെങ്കിൽ നിന്റെ കണ്ണുനീര സമർപ്പണത്തെ കാണിക്കുന്നു. ആമേൻ തിരുവചനം പറയുന്ന യേശു ആമേൻ സ്ത്രീയെ നോക്കി പറഞ്ഞു, കുഞ്ഞെ നീ കരയണ്ട എന്ന് പറഞ്ഞാൽ നീ കരഞ്ഞ വിഷയത്തിനകത്ത് ഞാൻ പരിഹാരം തരാൻ തയ്യാറാണ്. ഈ പകലില പരിഹാരം ഇവിടെ വീഴട്ടെ. വീഴട്ടെ. ചിലതൊക്കെ ഡീൽ ചെയ്യ കർത്താവ് കേട്ടോ. ഇപ്പോൾ ഈ ആലയത്തിന് നടുവിൽ നിന്റെ വീടിനകത്ത് ചിലതിനെ ഡീൽ ചെയ്യുക. ഇപ്പോ ചില ഡീലിംഗ് നടക്കുക. പരിഹാരമില്ലെന്ന് പറഞ്ഞതിനകത്ത് ഈ പകലും ഡീൽ ദൂതനിറങ്ങി ചെയ്യുന്നു. യേശുവിന്റെ നാമത്തിൽ സ്വർഗം പറയുന്നു, കുഞ്ഞെ ഇന്ന് കർത്താവ് നിന്റെ ജീവിതത്തിനകത്ത് ചിലത് ഡീൽ ചെയ്യുക. ആമേൻ. ഇല്ല, ഇത് നിന്റെ തകർച്ചയ്ക്ക് ഞാൻ സമ്മതിക്കത്തില്ല. ഈ പടക് തകരാൻ ഞാൻ അനുവദിക്കത്തില്ല. തകരേണ്ടതായിരുന്നു, പടക് തകർന്നു പോകേണ്ടതായിരുന്നു. പക്ഷേ ആമേൻ പ്രൈസ് തകരാൻ സമ്മതിച്ചില്ല. പൗലോസിന്റെ പടക് തകർന്നു. പക്ഷേ ആമേൻ നിന്റെ പടക് തകരാ സ്വർഗം അനുവദിക്കാൻ നിർത്തിയിരിക്കുക. എന്തിനേക്ക് ദൈവം മറച്ചു വച്ചിരിക്കുക, ദൈവം കവർ ചെയ്തിരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ആമേൻ കർത്താവിന്റെ സ്പർശനം ഉണ്ടാകട്ടെ.